ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തെ എക്സാം കലണ്ടർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ KSEB ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറഞ്ഞ പോസ്റ്റ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഡേറ്റ് നിങ്ങൾക്ക് അറിയാം, 30-ാം തീയതി, സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് എക്സാം ഡേറ്റ്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 23-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാം. നിങ്ങൾ ഈ ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾ എന്തായാലും കൺഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളത് ഇൻവാലിഡ് ആയി പോകും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിന്റെ കാര്യങ്ങളും അത് കൂടാണ്ട് വർക്കറിന്റെ സിലബസും പിന്നെ 90 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് 16-ാം തീയതി, സെപ്റ്റംബർ മാസം 16-ാം തീയതി തൊട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ പ്രൊഫൈലിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 30/9/2026 ബുധനാഴ്ചയാണ് എന്തെങ്കിലും എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് എത്ര കാൻഡിഡേറ്റ്സ് ആണെന്നുള്ള കാര്യങ്ങളാണ് ഇത് ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം കളയുന്നില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം എന്താ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാളെ തൊട്ടെങ്കിലും എന്താ നിങ്ങൾ പഠിച്ചു തുടങ്ങിയേ മതിയാവുള്ളൂ. ഇനിയിപ്പോ നിങ്ങളുടെ മുമ്പിലാകെ 90-95 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു 90-95 ദിവസം മതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു 95 ദിവസം കൊണ്ട് എന്താ നിങ്ങൾക്ക് ഈ ഒരു IT ലെവൽ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത് വെച്ചാൽ ഒന്നുകിൽ ഈ ഒരു സിലബസ് ഉണ്ടല്ലോ, ഇത് IT ലെവൽ സിലബസ് തന്നെയാണ് നമ്മളെ ലൈൻമാൻ അതേപോലെ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ പോസ്റ്റുകൾക്കൊക്കെ വിളിച്ച സെയിം ഡിറ്റോ സിലബസ് തന്നെയാണ്. അപ്പൊ ഒന്നിൽ ഈ ഒരു സിലബസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക, 2 കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക. ഒന്ന് നിങ്ങൾ പഠിക്കുന്ന റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എവിടെയാണോ സ്ഥലം അവിടെ നിങ്ങൾ അവിടെ ചുമരിൽ ഒട്ടിച്ചു വെക്കുക. രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സ്വന്തം നിങ്ങൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ട് ഒന്ന് നിങ്ങളുടെ സിലബസ് നിങ്ങളെ ചുമരിൽ ഒട്ടിച്ചു വെക്കുക, രണ്ടാമത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പൊ നിങ്ങൾ ഓരോന്നും പഠിക്കുന്ന മുറക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കവർ ചെയ്ത്, അതായത് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. ഒന്നാമത്തെ മൊഡ്യൂൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ നല്ലൊരു രീതിയിലുള്ള ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് അവിടെ എന്താ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും സിലബസ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും സിലബസ് കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു കാര്യം 2 കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് എന്താ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഓരോ പഠിക്കുന്ന ദിവസം എന്താ ഓരോരോ രീതിയിൽ നിങ്ങൾ കവർ ചെയ്ത പോർഷൻസ് നിങ്ങൾ പക്ക പഠിച്ചു എന്ന് ഉറപ്പുള്ള പോർഷൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഇതൊരു നല്ലൊരു പോസിറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് സിലബസിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ PWD ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ആ ഒരു സിലബസ് തന്നെയാണ്. 10 മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിനും 10 മാർക്കാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ ഓരോ സിലബസും നിങ്ങൾ ഓരോ മൊഡ്യൂളും പഠിക്കുമ്പോൾ ഇതിന്റെയൊക്കെ PYQs അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ IT ലെവലിൽ 2018 തൊട്ട് ഈ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ 2026 വരെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറെയൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മളവിടെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെയൊക്കെ എന്താ PDF നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളും പഠിക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PDF വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ അതിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ 1 തൊട്ട് 10 വരെയുള്ള മൊഡ്യൂൾ 1, 11 തൊട്ട് 20 വരെ മൊഡ്യൂൾ 2, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്താ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള നിങ്ങൾ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോസിറ്റിവിറ്റി ഒന്നും കൂടി കൂട്ടും. അല്ല നിങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഒന്നും കൂടി നോക്കാം, എനിക്ക് ഏത് ഭാഗത്തു നിന്നാണ് കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത്, നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് എന്ത് ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം കൊണ്ടുപോകണം. പിന്നെ ഈ ഒരു PYQs വേറൊരു യൂസ്ഫുൾ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പം ഇലക്ട്രിസിറ്റി വർക്കാണ്, അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ വേക്കൻസി ഉണ്ട്, ഇനി വേക്കൻസി എന്തായാലും കൂടുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ ഒരു 50% ക്വസ്റ്റ്യൻസ് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ആവാനാണ് സാധ്യത. പിന്നെ എന്താ ക്വസ്റ്റ്യൻസ് നല്ല ഒരു ഈസി ടു മോഡറേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു PYQs ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ എന്താ പഠിക്കുക. നമ്മളിപ്പോ PYQs അതേപോലെ ചോദിക്കുന്നല്ല. ഓക്കെ, PYQs അതേപോലെ ചോദിക്കണമെന്നില്ല, പക്ഷെ ആ ഒരു ഏരിയ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ PYQs അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നുണ്ടാവും ഇന്ന ഏരിയാസ് എന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് നമ്മൾ അതിന്റെയൊക്കെ വീഡിയോസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള
കുറെ ടേംസും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലെ സ്ട്രക്ചർ ഉണ്ടാവും, മാറ്റത്തിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ അതൊക്കെ നോക്കുക. പിന്നെ ഫ്ലെക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയർസ് ആൻഡ് കേബിൾസ്. നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, പിന്നെ കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റർ എന്താണ്, സെമി കണ്ടക്ടർ എന്താണ്, അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ്. ഓക്കെ, അതിലേക്ക് ഓരോ അറ്റോമിക് സ്ട്രക്ചർ, അതിലൊക്കെ വാലൻസിൽ എത്ര 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 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ നമ്മൾ ആറ്റംസ്. ഓക്കെ, ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആണ് അവിടെ വേണ്ടുന്നത്. ചിലപ്പോൾ ഒന്നും രണ്ടും മൊഡ്യൂൾ നിങ്ങൾ ചിലപ്പോൾ ക്ലബ് ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ പഠിക്കാം. പിന്നെ രണ്ടാമത്തെ ഓംസ് ലോ വന്നു. ഓംസ് ലോ, കിർച്ചോഫ് ലോ, KCL, KVL. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെഷനാൽസും നോർമൽസും പഠിക്കാം, അത് കമ്പൽസറി അല്ല. പിന്നെ ടെമ്പറേച്ചറിന്റെ എഫക്ട്, കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, പിന്നെ ടൈപ്സ്, സോറി സെൽസ്, സെൽസിന്റെ ടൈപ്സ്, ഗ്രൂപ്പിംഗ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സെല്ല്, ബക്ലിംഗ് ആൻഡ് സെഡിമെന്റേഷൻ. അത്രയാകുമ്പോഴത്തെ മൊഡ്യൂൾ 2 വന്നു. ഓരോ മൊഡ്യൂളിലും എന്താ 10 മാർക്കാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ നോക്ക്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, പിന്നെ പാരാ, ഡയ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അതുപോലെ കുറെ ടേംസ് ഉണ്ട്. MMF എന്താണ്, ഫ്ലെക്സ് എന്താണ്, ഫ്ലെക്സ് ഡെൻസിറ്റി എന്താണ്, റിലക്ടൻസ് എന്താണ്, അതേപോലെ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള കമ്പാരിസൺ, ആ ഓരോ ടേംസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അതൊക്കെ പഠിക്കുക. അതേപോലെ റൂൾസ്, അതായത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, അതേപോലെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, കപ്പാസിറ്റേഴ്സിന്റെ ടൈപ്സ്, പിന്നെ അതിന്റെ സീരീസ് പാരൽ കോമ്പിനേഷൻ, അതുപോലെ റെസിസ്റ്ററിന്റെ സീരീസ് പാരൽ കോമ്പിനേഷൻ, അതൊക്കെ ക്ലബ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അതേപോലെ ആ സീരീസും പാരലാകുമ്പോൾ വോൾട്ടേജ് ആണോ കറന്റ് ആണോ ആ റിലേഷൻ കാര്യങ്ങൾ. ഓക്കെ, അത്രയാകുമ്പോഴത്തെ മൊഡ്യൂൾ 3 അവിടെ കഴിഞ്ഞു. പറയുമ്പോൾ കുറെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അവിടെ ഒന്ന് എഫേർട്ട് ഇടാനുണ്ട്. പിന്നെ എന്താ, AC ഫണ്ടമെന്റൽസ്, ആൾട്ടർനേറ്റിംഗ് കറന്റും എർത്തിങ്ങും. ആൾട്ടർനേറ്റിംഗ് കറന്റ്, എർത്തിങ്. അപ്പൊ ആൾട്ടർനേറ്റിംഗ് കറന്റ് കുറെ ടേംസ് ഉണ്ട്. പോംപെക്ടർ എന്താണ്, RMS വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, ആ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ അവിടെ പഠിക്കാം. ഓക്കെ, പവർ ഫാക്ടർ. ഓക്കെ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവിടെ ആൾട്ടർനേറ്റീവ് കറന്റ് എന്നുള്ള ആ ഒറ്റ ഒരു ടേമിൽ അത് അവിടെ ആഡ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നിമി മെറ്റീരിയൽ നിങ്ങൾ അവിടെ ഫോളോ ചെയ്യാം. ഓക്കെ, നിമി മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് അവിടെ പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കുന്നതിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഫേസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നു അതിനെ ബേസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ച് മാത്രം കൂടാണ്ട് ഓരോന്ന് പഠിക്കുമ്പോഴെങ്കിലും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് പഠിച്ച് 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 പോവാ. ഓക്കെ, അതേപോലെ ഡൊമസ്റ്റിക് വയറിംഗ്, അതുപോലെ ഇൻഡസ്ട്രിയൽ വയറിംഗ്, ഗ്രേഡിംഗ് ഓഫ് കേബിൾസ്, കറണ്ട് റേറ്റിംഗ് എന്താണ്, മെഗർ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമ്മൾ DC മെഷീൻസ്, DC ജനറേറ്റർ എന്താണ്, DC മോട്ടർ എന്താണ്, DC ജനറേറ്ററിന്റെ ടൈപ്സ് എന്താണ്, EMFിക്കേഷൻ എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ്, സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്, DC മോട്ടോഴ്സ്, അതിന്റെ ടൈപ്സ്, പിന്നെ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ, പിന്നെ സ്പീഡ് കൺട്രോൾ. പിന്നെ അവിടെ എന്താ, സിംഗിൾ ഫേസ്, 3 ഫേസ് മോട്ടോഴ്സ്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടേഴ്സ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ്, അതായത് DOL, സ്റ്റാർ ഡെൽറ്റ, സ്ലിപ്പറിംഗ്, സോറി DOL, സ്റ്റാർ ഡെൽറ്റ. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, പിന്നെ പിന്നെ പാനൽ വയറിംഗ്, പിന്നെ ഫേസ് സീക്വൻസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതാകുമ്പോഴത്തേക്ക് മോട്ടോഴ്സ് അവിടെ കഴിഞ്ഞു. പിന്നെ എന്താ, നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമേഴ്സും. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോർക്സ്, കൺട്രോളിംഗ് ടോർക്ക് എന്താണ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്താണ്, ഡാമ്പിംഗ് ടോർക്ക് എന്താണ്. ഓക്കെ, പിന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, EMFിക്കേഷൻ എന്താണ്, അതേപോലെ പാരലൽ ഓപ്പറേഷൻ, പിന്നെ കൂളിംഗ് എന്താണ്, കൂളിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൂളിംഗ്, AN, FN, അങ്ങനെയൊക്കെ കുറെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതേപോലെ പ്രൊട്ടക്റ്റീവ് ഡിവൈസ്, അതൊക്കെ ആകുമ്പോൾ അവിടെ ട്രാൻസ്ഫോമേഴ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇലുമിനേഷനും ബേസിക് ഇലക്ട്രോണിക്സും. ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലുമിനേഷൻ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരെ വേണമെങ്കിൽ ചോദിക്കാം, ഇൻവേഴ്സ് ലോ ഒക്കെ ബേസ് ചെയ്തിട്ട്. പിന്നെ ടൈപ്സ് ഓഫ് ലാമ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാം. പിന്നെ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, പിന്നെ സെമി കണ്ടക്ടേഴ്സ്, P ടൈപ്പ്, N ടൈപ്പ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ 9ാമത്തെ മൊഡ്യൂള് പവർ ജനറേഷൻ, ജനറേഷൻ സോഴ്സ് ഓഫ് എനർജി, അതേപോലെ വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ. 10ാമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചില സമയത്ത് ഒരു വേർഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേപോലെ അതുമായി റിലേറ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നിങ്ങൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുക.
പഠിച്ച കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഓർമ്മയുണ്ടാവുള്ളൂ. അതിപ്പോ ആരായാലും അതെ, ഇന്നിപ്പം പഠിച്ചത് നാളെ നിങ്ങൾ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മറന്നു. ഓക്കെ, അപ്പൊ ഓരോ ദിവസം നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ, കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നമുക്കവിടെ ഞാൻ ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാൻ നമ്മളവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ആഡ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം. 30-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വരുന്നത്. 10 മൊഡ്യൂൾ 10 മാർക്സ് ആണ് ഉള്ളത്. അപ്പോ നമ്മള് പഠിച്ചേക്കുന്നത് പഠിക്കുക, റിവൈസ് ചെയ്യുക, മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ 4 ഫേസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നാളെ തൊട്ടിട്ട് ഓഗസ്റ്റ് മാസം 23-ാം തീയതി വരെ, അതിനുള്ളിൽ ഫസ്റ്റ് എല്ലാ സിലബസും ഉണ്ട്. നമ്മളവിടെ 10 മൊഡ്യൂളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഡെയിലി നിങ്ങൾ പഠിക്കണം, ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്താ, ഓരോ മൊഡ്യൂളിലും നിങ്ങൾ എക്സാംസ് എഴുതണം. ടോപ്പിക് വൈസ്, സബ്ജക്ട് വൈസ് എക്സാംസ് എല്ലാം നിങ്ങൾ അവിടെ ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസം 23-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം എന്താ, സെപ്റ്റംബർ മാസം 12-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യണം. 2 മാസം നമ്മൾ അവിടെ 2 മാസത്തോടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. എന്നിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ മാസം 12-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫേസ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് റൗണ്ട് റിവിഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് റിവിഷനും പിന്നെ അതിന്റെ കൂടെ തന്നെ എന്താ, മാക്സിമം MCQs ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ മൊഡ്യൂൾ വൈസ് റിവിഷൻ ആവും. അതേപോലെ അതിൽ ഓരോ മൊഡ്യൂളിനും 100 ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ ചെയ്യണം. പിന്നെ സെപ്റ്റംബർ 13 തൊട്ട് 23 വരെ എന്താ, മോക്ക് ടെസ്റ്റ് 10 മോക്ക് മിനിമം നിങ്ങൾ ചെയ്യണം. മിനിമം 10, അത് 20, 25 ആയിക്കഴിഞ്ഞാൽ അത് ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മോക്ക് എക്സാം എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വീക്ക് ഏരിയ നിങ്ങൾക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഏതിലാണ് വീക്ക് എന്നില്ല നിങ്ങൾക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ട് എന്താ, നിങ്ങൾ അവിടെ ഒന്നും കൂടി എന്ത് ചെയ്യേണ്ടത്, ആ വീക്ക് ഏരിയാസ് ഒന്നും കൂടി സ്ട്രോങ് ആക്കുക. ഓക്കെ, നമ്മളെ PSC എക്സാം പാറ്റേൺ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് എന്താ നിങ്ങൾ പഠിക്കുക. പിന്നെ 24 തൊട്ട് 30 വരെ എന്ന് പറയുമ്പോൾ ഫൈനൽ റിവിഷൻ ആണ്. പിന്നെ എക്സാം റിവിഷൻ, അതായത് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയി. അപ്പൊ ആ ഒരു സമയത്ത് റാപ്പിഡ് റിവിഷൻ ചെയ്യുക, ഫൈനൽ മോക്ക് ചെയ്യുക. പിന്നെ മെമ്മറി ഷീറ്റ്, നമ്മൾ ഓരോ ദിവസം നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഷോർട്ട് നോട്ട്സ് നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്താ, ഒരു എറർ നോട്ട് ബുക്ക് തയ്യാറാക്കാന്നില്ല. ഒരു നോട്ട് ബുക്കിന്റെ ഏറ്റവും പിറകില് നിങ്ങൾ ഓരോ എക്സാം എഴുതുമ്പോഴും നിങ്ങൾക്ക് എന്താ, കുറെ എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സ് എന്തൊക്കെയാണെന്നില്ല നിങ്ങൾ അവിടെ ഐഡന്റിഫൈ ചെയ്യുക. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ബ്ലോക്കിങ്ങിനാണ്. കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഓരോ ദിവസവും നിങ്ങൾ എന്താ, 2 തൊട്ട് 2.5 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പഠിക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ എന്താ, ഫോർമുല, അതേപോലെ ഡയഗ്രാം, അതേപോലെ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ ലാസ്റ്റ് റൗണ്ട് റിവിഷനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര അത് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. പിന്നെ MCQs പ്രാക്ടീസ് ചെയ്യുക, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നോക്കുക. അതായത് ഓരോ ദിവസം നിങ്ങൾ 2.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താ, നിമ്മിയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. അതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. PSCയുടെ PYQs വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്താ, നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നെ എറർ നോട്ട് ബുക്ക്, അതായത് റെക്കോർഡ് റോങ് ആൻസേഴ്സിന്റെ കറക്റ്റ് കൺസെപ്റ്റ്. നമ്മൾ ഓരോ എക്സാം എഴുതുമ്പോഴും നിങ്ങൾക്ക് അത് അവിടെ മിസ്റ്റേക്സ് പറ്റുന്നുണ്ടാവും. ആ മിസ്റ്റേക്സ് ഒരു എറർ നോട്ട് ബുക്കിൽ എഴുതാം. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താ, നിങ്ങൾക്ക് ആ ഒരു എറർ പിന്നെ വരില്ല. ആ ഒരു രീതിയിലുള്ള അപ്രോച്ച് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ളതാണ് സ്റ്റഡി പ്ലാൻ. കണ്ടില്ലേ, 25-ാം തീയതി തൊട്ടിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, കറന്റ് എന്താണ്, വോൾട്ടേജ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, പവർ എന്താണ്, എനർജി എന്താണ്, ചാർജ് എന്താണ്, അതിന്റെ യൂണിറ്റ്സ്, അതിന്റെ സിമ്പിൾസും, ആ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മളവിടെ ആഡ് ആക്കിയേക്കുന്നത്. ഓക്കെ, ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടത്, നാളെ തൊട്ട് 25, 26, 27, 28, 29, 30 എന്നുള്ള രീതിയിൽ. ഓക്കെ, എന്നിട്ട് എന്താ, മൊഡ്യൂൾ 1ന്റെ ടെസ്റ്റ് അവിടെ വന്നു. പിന്നെ കണ്ടില്ലേ, മൊഡ്യൂൾ 2 1 തൊട്ട് 6-ാം തീയതി വരെ മൊഡ്യൂൾ 2. പിന്നെ 7 തൊട്ട് 12-ാം തീയതി വരെ മൊഡ്യൂൾ 3. ഈ ഒരു ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സെറ്റ് ആക്കി തരാം. പിന്നെ 13 തൊട്ട് 18 വരെ മൊഡ്യൂൾ 4. കണ്ടില്ലേ, കൃത്യമായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 19 തൊട്ട് 24 വരെ മൊഡ്യൂൾ 5. ഓക്കെ, അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞിട്ട് 10-ാമത്തെ മൊഡ്യൂൾ വരെ 23-ാം തീയതി, ഓഗസ്റ്റ് മാസം 23-ാം തീയതി 10 മൊഡ്യൂളും കംപ്ലീറ്റ് ആവും. അതിനനുസരിച്ച് നിങ്ങൾ അവിടെ റിവൈസ് ചെയ്യുക, പോർഷൻസ് റിവൈസ് ചെയ്യുക. പിന്നെ എന്താ, വീണ്ടും എന്താ പറയണ്ട, 24 തൊട്ട് നമ്മൾ വീണ്ടും ഓരോരോ റിവിഷനും അതേപോലെ ഡ്രില്ലുമായിട്ട് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം റിവിഷന്റെ സമയത്ത് എന്താ, 100 MCQs മിനിമം. പിന്നെ ഫോർമുല പോലെ യൂണിറ്റ് റിവിഷൻ ചെയ്യുക. പിന്നെ എറർ നോട്ട് ബുക്ക്, അതായത് അതിന്റെമായി റിലേറ്റ് ചെയ്ത എക്സാംസ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യുക.
ഓക്കെ, ആ ഒരു രീതിയിലുള്ള അപ്രോച്ചാണ്. ഇപ്പൊ ഈ ഒരു PDF നിങ്ങൾക്ക് തരാം. ഇതിൽ കൃത്യമായിട്ട് സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ സെപ്റ്റംബർ മാസം 13-ാം തീയതി ഒരു ഫുൾ ലെങ്ത് മോക്ക്. അതിന് മുന്നേ നിങ്ങൾ ഓരോ മൊഡ്യൂൾ വൈസ് മോക്ക് എക്സാംസ് ഒക്കെ നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 13-ാം തീയതി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി ഒരു മോക്കെങ്കിലും ചെയ്യുന്ന രീതിയിൽ സെറ്റ് ആക്കാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. അതിന്റെ ഇടയ്ക്ക് സെക്കൻഡ് റൗണ്ട് റിവിഷനിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, മോക്ക് എക്സാംസ് ചെയ്യാം. ഇൻ കേസ് ആയില്ലെങ്കിൽ മാത്രം 13-ാം തീയതി വരെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ 24-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ എക്സാം ഡേ. ക്വിക്ക് ഫോർമുല ഗ്ലാൻസ്, കാം ആൻഡ് റീകോൾ ആൻഡ് കെയർഫുൾ റീഡിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് എക്സാമിന്റെ തലേ ദിവസം എക്സാമിന്റെ എന്ത് ചെയ്യാം, ഒന്നും കൂടുതലായിട്ട് ഒന്നും പഠിക്കരുത്. കണ്ടില്ല, 29 നമ്മൾ ചെയ്തേക്കുന്നത് ഷോർട്ട് നോട്ട്സ് മാത്രം നോക്കുക. നോ ഹെവി ന്യൂ ലേണിംഗ്, കോൺഫിഡൻസ് ബിൽഡിംഗ് മാത്രം. ഓക്കെ, ആ ഒരു രീതിയിൽ. അതുപോലെ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ എക്സാമിന്റെ രാവിലെ ജസ്റ്റ് ക്വിക്ക് ഫോർമുല നമ്മൾ പെട്ടെന്ന് നോക്കുക, കാമായിട്ട് നിൽക്കുക, ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്ന് റീകോൾ ചെയ്യുക. പിന്നെ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ചെക്ക് ലിസ്റ്റ് പോയിന്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.